അണ്ണാ 3 ബൂമർ. നമ്മുടെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചർ എഴുതേട്ട ഹോംവർക്ക് എഴുതിയാ നീ? ഞാൻ എഴുതിയില്ല അളിയ, ഇവര് മറന്നുപോയെന്ന് തോന്നണ്. ഭാഗ്യം. അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ പോണ ചാപ്റ്റർ ആണ് പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസാ? ഒരേ സമയം 2 ലൈന് സെറ്റാക്കാൻ പഠിപ്പിക്കണ ചാപ്റ്റർ ആണെന്ന് തോന്നണ്. ഡേയ് മണ്ട, ഇത് മാർവലില്ല പാരലൽ വേൾഡ് ആണ്. നീ സാധനം എടുക്ക്. അവന്റെ വായില് പഴം. എന്റെ വായിൽ മാത്രല്ല ടീച്ചറെ, ഇവന്റെ വായിലും ഉണ്ട്. എന്റേലൊന്നുമില്ല ടീച്ചറെ. എന്റെ വാ നോക്ക്, കണ്ടാ? ഇവന്റെ വായിൽ കിടന്നയാണല്ല, ഇതെവിടെ പോയി? ക്രിയേറ്ററെ ഓവർ ആക്കാതെ, മലയാളം മതി. അത് ശരി, എന്നാ മലയാളത്തിൽ തന്നെ ഇരിക്കട്ടെ. സർക്കാർ സ്കൂൾ ഈസ് എ ഇമോഷൻ. CBSE പഠിക്കുന്നവർ പോലും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു സർക്കാർ സ്കൂളിൽ പഠിക്കണമെന്ന്. അങ്ങനെ CBSE പലരും സർക്കാർ സ്കൂളിലും വന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് പാരലൽ ലൈൻസ്. ടീച്ചറേ, CBSE ബുജി വാ തുറന്നു. എന്തടി ടീച്ചറേ, ഇന്ന് ഹോംവർക്ക് ഉണ്ടായിരുന്നു. ആഴ്ചയിലാണല്ലോ, അത് ഞാൻ മറന്നുപോയി. ഹോംവർക്ക് ആരൊക്കെയുണ്ട്? ഓഫ് കോഴ്സ് ഞാനുണ്ട്. അങ്ങനെ ടീച്ചറിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ബൂമർ ചവച്ചേന്റെ പേരിൽ ഇറക്കി വിട്ട ചിപ്പുവിന്റെ അടുത്ത് എന്നെയും പറഞ്ഞു വിട്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ടല്ലേ അളിയാ? ഓടാ, അത് തന്നെ. ഇവിടെ കൊള്ളാം, നല്ല കാറ്റും ഉണ്ട്. നമ്മുടെ സ്കൂൾ എന്ത് മനോഹരമാണല്ലേ. മരങ്ങൾ, ക്ലാസ്സിലെ കുട്ടികളുടെ ബഹളം, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ശബ്ദം, അതിനിടയ്ക്ക് കിളികളുടെ കളകളാരവം. എന്റെ സ്കൂൾ എത്ര മനോഹരം. നീ എന്ത് വല്ല കവിത എഴുതാൻ പോടാ? കവിതയല്ല, പക്ഷെ നമ്മൾ പലരും നമ്മുടെ സ്കൂളിന്റെ യഥാർത്ഥ ഭംഗി ആസ്വദിച്ചിട്ടുള്ളത് ഈ സമയത്തായിരിക്കും. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമ്പോ സ്കൂൾ ഗ്രൗണ്ടിൽ പോയിരുന്നുള്ള വായിന്നോട്ടം. ഇതൊക്കെയാണ് നൊസ്റ്റു. എന്നിട്ട് ഞാൻ ഒരു പാട്ട് പാടി. നിനക്ക് ഞാൻ ഒരു പാട്ട് പാടിത്തരാം. ആ പാട്, നല്ല ആംബിയൻസ് കിട്ടും. സുഹിക്കാൻ വാ കൂട്ടുകാരെ, സർക്കാർ സ്കൂളിൽ ഇനി വേണ്ട ബുക്കും ടെക്സ്റ്റും ഒന്നും വേണ്ട. പഠിക്കാനായി ആരും ഇങ്ങോട്ട് വരണ്ട, കളിക്കാനായി മാത്രം ഇങ്ങ് വന്നാ മതി. എന്റെ പാട്ട് എങ്ങനുണ്ട്? നിന്റെ പാട്ട് കേട്ട പട്ടി പോലും വെള്ളം കുടിക്കൂല. അയ്യോ പട്ടി ഓടിക്കോ. പിള്ളേരെ, നമുക്കിനി നോട്ട് എഴുതാം. എല്ലാരും നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്ക്. നോട്ടാ? ഇനിയാ സാറേ, സമയാവാറായി. എന്നാ നീ വീട്ടിൽ പോ. പഠിക്കയില്ല പെടുക്കയില്ല, ക്ലാസ്സിൽ തള്ളിക്കൊണ്ട് വന്നോളും. ഡേയ് മോനു, 2 പേന ഉണ്ടെങ്കിൽ താടേ. പേനയാ? ഇന്നാടാ. കോപത്താൽ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന ലക്ഷ്മണനെയാണ് സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. 2 വഴക്കൊടുത്തപ്പോ ചെറുക്കൻ നന്നായി. അങ്ങനെ സ്വബോധം നഷ്ടപ്പെട്ട് നിൽക്കുന്ന എന്റെ പട്ടി എഴുത് നോട്ട്. ക്ലാസ്സിലെ ബാക്കിയുള്ള പിള്ളേരൊക്കെ നോട്ട് എഴുതുമ്പോ ഇതുപോലെ ക്ലാസ്സിൽ നോട്ട് എഴുതാതിരിക്കണതും ഒരു പ്രത്യേക സുഖാണ്. അടുത്തത് ഏത് വിഷയം? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? അടുത്തത് ഇത് PT പീരീഡ്. കളിക്കാനും കളിക്കുന്നത് വായി നോക്കാനും ആഴ്ചയിൽ ഒരിക്കൽ കിട്ടണ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പീരീഡ്. കുട്ടികളെ, ആ വിളിയിലൊരു സ്നേഹം ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ള സ്നേഹം കൂടെ കളയാനുള്ള വിളിയായി
ടീച്ചർ എത്തി. നിങ്ങൾക്ക് ഏതാ പീരീഡ്? അപ്പൊ നമുക്ക് കളിച്ചാലോ? ഓ ഭാഗ്യം, തള്ള ക്ലാസ് എടുക്കാൻ വന്നെയാണെന്ന് വിചാരിച്ച്. കളിക്കാൻ ടീച്ചർ. അപ്പൊ എല്ലാരും ബുക്ക് എടുത്ത് വെക്ക്. ഞാൻ പോയി എന്റെ ടെക്സ്റ്റ് എടുത്തിട്ട് വന്നാ നമുക്ക് കണക്കിലെ കളി കളിക്കാം. ടീച്ചറെ, ഇതായിട്ട് നിങ്ങളുടെ പീരീഡ് അല്ലല്ല, PT പീരീഡ് അല്ലേ? പിന്നെ എന്തുണ്ടാക്കാൻ തള്ളിക്കൊണ്ട് വരണേ എന്നൊക്കെ പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാം മനസ്സിലൊതുക്കി ഇരിക്കാനേ നമുക്ക് പറ്റൂ. ടീച്ചറായി പോയില്ലേ. എപ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് PT പീരീഡിൽ എക്സ്ട്രാ ക്ലാസ് എന്ന് പറഞ്ഞ് കെട്ടിയെടുത്തോളൂ. അങ്ങനെ ഒട്ടും ഇഷ്ടമല്ലാത്ത ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിൽ പോയിരുന്ന് ടീച്ചർ കാണാതെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ നിശബ്ദമാവും. കാറ്റ് ദിശ മാറി വീശാൻ തുടങ്ങും. രോമകൂപങ്ങളൊക്കെ എണീറ്റ് നിൽക്കും. എന്തോ ഒരു വലിയ ആപത്ത് വരാനിരിക്കണ് എന്ന് മനസ്സിൽ വിചാരിച്ച് തുടങ്ങുമ്പോ തന്നെ അതെ, അത് ആ വ്യക്തി തന്നെ. ക്ലാസിന്റെ ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് ഒരു മുടിനാരിഴ പോലും മുന്നം തെറ്റാതെ തന്റെ ഇരയെ എറിഞ്ഞു വീഴ്ത്താൻ കഴിവുള്ള ടീച്ചർ. ഇതിപ്പോ എവിടെയാ പ്രശ്നം പറ്റിയെന്ന് വെച്ചാ, ഇന്നലെ വരെ തുണിയുടെ ഡസ്റ്റർ ആയിരുന്നു ക്ലാസ്സില്. പക്ഷേ ഇന്ന് എടാ, ഡസ്റ്റർ മേടിക്കാൻ 10 rupees വെച്ച് എല്ലാവരും ഇടണം. 10 രൂപയാ? എന്റെ ഒന്നും ഇല്ല, ഞാൻ പിന്നെ തരാം. എടി, പിന്നെ വാങ്ങുമ്പോഴേ തുണിയുടെ ഓന ഡസ്റ്റർ വേണ്ട ഏട്ടാ, നല്ല കിടിലൻ ഡസ്റ്റർ വാങ്ങണം. അതാവുമ്പോ കൊറേ കാലം നിക്കും. ഇങ്ങനെ പോയാ ഞാൻ അധികം കാലം നിക്കൊന്നും തോന്നണില്ല. നിനക്ക് പേടിയൊന്നും ആവണില്ലേ അളിയാ? പേടിയാ എനിക്കാ? ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഇതുപോലെ ഒരുമിച്ച് പേടിച്ചിരിക്കുന്ന ദിവസം അത് പേരന്റ്സ് മീറ്റിംഗിന്റെ അന്നായിരിക്കും. അതെന്താടാ നിനക്ക് പേടിയൊന്നും ഇല്ലാത്തേ? പേരന്റ്സ് മീറ്റിംഗിന്റെ അന്ന് ക്ലാസ്സിലെ 90% പിള്ളേരും പേടിച്ചിരിക്കുമ്പോ ഞാൻ മാത്രം പേടിയില്ലാതിരിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. റീസൺ നമ്പർ 1, കഴിഞ്ഞ എക്സാമിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നിരിക്കണം. പിള്ളേരെ, ഞാൻ നിങ്ങളുടെ പേപ്പറൊക്കെ കറക്റ്റ് ചെയ്ത് ഞാൻ പേര് വിളിക്കുമ്പോ ഇവിടെ ഫ്രണ്ടിൽ വന്ന് വാങ്ങിട്ട് പോയിരിക്കണം. ഡിക്രു. ആദ്യം ഞാനാ? ഇങ്ങനെ സാധാരണ മാർക്ക് കൂടിയവരുടെ പേരാണല്ലോ ആദ്യം വിളിക്കണേ. ഡിക്രു. യെസ് സാർ. കൊള്ളാലോ ഡിക്രു, നിനക്കിപ്പോ നല്ല മാറ്റമൊക്കെ ഉണ്ട്. 19 തുണ്ടാണ് എഴുതി വെച്ച്, മാറ്റം ഇല്ലാണ്ടിരിക്കോ? എന്തോന്ന്? ഞാൻ കുത്തിയിരുന്ന് പഠിച്ചയാ സാറേ. അത് തന്നെ ഈ മാറ്റം. കഴിഞ്ഞ എക്സാമിന് 10 മാർക്കായിരുന്ന ഡിക്രുവിന് ഈ എക്സാമിന് 9 മാർക്ക്. നീട്ടനാ കൈ. അപ്പൊ എന്തായാലും റീസൺ നമ്പർ 1 അല്ല, പിന്നെ PT മീറ്റിംഗിന് പേടിയില്ലാണ്ടിരിക്കാനുള്ള റീസൺ നമ്പർ 2 ആണ്. ഞാൻ വീട്ടില് പാരന്റ്സ് മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞില്ല അളിയാ. ഞാനും പറയണ്ടായിരുന്നല്ലേ പുല്ല്. നീ ചോറ് കൊണ്ടുവന്നാ? ഇല്ലടാ, ഇന്ന് എടുത്തില്ല. ഇന്ന് പൊരിച്ചിറച്ചുണ്ട്. ക്ലാസ്സിൽ ഇരുന്ന് കഴിക്കാൻ ആ തിന്നികള് സമ്മതിക്കൂല. ഇവിടെ ഇരുന്ന് തിന്ന. ഇവിടെ ആവുമ്പോ ആരും വരെയില്ല, നല്ല കാറ്റും ഉണ്ട്. വെയിറ്റ് 1 2 3 4 8 കൈകള്. അതിലൊന്ന് എന്റെയാ. അല്ലെങ്കിലും ക്ലാസ്സിൽ ചോറും വെള്ളം ഡെയിലി കൊണ്ടുവരണ 2-3 പേര് കാണും. അവരെന്ന് കൈയിട്ട് വാരി കഴിക്കുമ്പോ കിട്ടുന്ന ടേസ്റ്റ് ഒന്നും ഒരിടത്തൊന്നും കിട്ടൂല. അളിയ, എനിക്ക് പേടിയാവണടാ. ടീച്ചർ എന്തൊക്കെ പറഞ്ഞു കൊടുക്കും എന്തോ അമ്മേടെ അടുത്ത്. ചിപ്പ് പഠിക്കാൻ നല്ല കഴിവൊക്കെ ഉള്ള കുട്ടിയാണ്. പക്ഷെ കൂട്ടുകൂടി കളിച്ച് ഒരു വക പഠിക്കൂല. പരീക്ഷയ്ക്ക് എല്ലാത്തിനും 10-ൽ താഴെയാണ് മാർക്ക്. നീ തീർന്നടാ, തീർന്ന്. വീട്ടിൽ പോകുമ്പോ ചത്ത് നീ. നിന്നെ പോലെ ഞാനും വീട്ടില് പറയണ്ടായിരുന്നു. ടീച്ചറേ, അടുത്ത ആരോ വന്ന്. ഇപ്പൊ കാണാ അടുത്ത പണി. ഹലോ, ഡിക്രുവിന്റെ അമ്മയല്ലേ? ഞാൻ ഡിക്രുവിന്റെ സ്കൂളിൽ നിന്ന് അവന്റെ ക്ലാസ് ടീച്ചറാണ്. ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് ആണ് ഉച്ചയ്ക്ക് 2 മണിക്ക്. അടിപൊളി. വീട്ടില് പാരന്റ്സ് മീറ്റിംഗ് പറയാത്തതിന്റെയും മാർക്ക് കുറഞ്ഞതിന്റെയും ഡബിൾ ആയിട്ട് അപ്പൊ നിനക്ക് കിട്ടും. ഡബിൾ അല്ലടാ,
അല്ലടാ, ട്രിപ്പിൾ ആണ്. 9 മാർക്ക് കിട്ടിയത് ഞാൻ തിരുത്തി 99 മാർക്കാക്കിയാണ്ട് അമ്മയ്ക്ക് കാണിച്ചേ. അങ്ങനെ ശാന്തസുന്ദരമായ എന്റെ വീട്ടില് അന്ന് വൈകിട്ട് പൂരപ്പാട്ട് മുഴങ്ങി.